രണ്ടോ മൂന്നോ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ മുരിങ്ങയ്ക്ക തക്കാളി രസം ഉണ്ടാക്കാം. മുരിങ്ങയ്ക്ക കഴിക്കാത്തവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണിത്. മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കത്തൊന്നുമില്ല. നല്ലൊരു ഒഴിച്ചുകറിയാണ്. സൂപ്പ് പോലെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഞാനിവിടെ 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയുടെ തോൽ ഇത്രയും ചീകി എടുക്കണമെന്ന് നിർബന്ധമില്ല. ചീകിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കുക. അതായത് നല്ലവണ്ണം വെന്ത് കിട്ടണം. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ഇനി അത് അവിടെ നിന്ന് വേകട്ടെ. കുറച്ച് ഐറ്റംസ് ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർക്കുക. 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം ചേർക്കുക. ഒരു 1.25 സ്പൂണ് കുരുമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പില. ഒരു പച്ചമുളക് ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ. ഇത് വലിയ പച്ചമുളകായിരുന്നു, 1/2 പീസ് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് ഏറെയായിട്ട് ചേർക്കണം. 10-12 വെളുത്തുള്ളി എടുക്കുക. കുറച്ച് വലിയ സൈസാണ്. ഇനി ഇത് ഒത്തിരി അരഞ്ഞെടുക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മുരിങ്ങയ്ക്കയെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടച്ചെടുക്കുന്നതുകൊണ്ട് ആ മുരിങ്ങയ്ക്കയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ കിട്ടും, ഒട്ടും വേസ്റ്റ് ആകാതെ. നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയോ ഇതുപോലെയുള്ള വലപ്പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഒരു തവി വെച്ചാലും ഒന്ന് ഇളക്കി നല്ലവണ്ണം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അമുക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മാക്സിമം ആ ഒരു ജ്യൂസ് എടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. രസത്തിന് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്ന ഉടനെ തീ നല്ലവണ്ണം കുറയ്ക്കുക. കുറച്ച് വറ്റൽമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് കായപ്പൊടി ചേർക്കുക. നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് അരച്ചു വച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിനി ഒത്തിരി വഴറ്റിയെടുക്കരുത്. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ വഴറ്റിയെടുക്കുക. കുറഞ്ഞ തീ തന്നെ, ഒത്തിരി മൊരിയിച്ചൊന്നും എടുക്കണ്ട. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക മിശ്രിതം ചേർക്കാം. ഇനി നിങ്ങളുടെ പാകത്തിന് വെള്ളം എത്രയും വേണോ അത്രയും വെള്ളം ചേർക്കുക. ഇനി ഇതിൽ പുളി ചേർക്കുക. വാളൻപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ. അതായത് നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ചേർക്കുക. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായുടെ പൊടി ചേർക്കുക. പാകത്തിന് വെള്ളമെല്ലാം ആയിട്ടുണ്ട്. ഉപ്പ് പോരാഴിക വരും, ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് തിളയ്ക്കാൻ വേണ്ടി വിടുക. ഒത്തിരി വെട്ടി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം ഒന്നും വെട്ടി തിളപ്പിക്കാറില്ല രസമേ. നല്ലവണ്ണം സൈഡിൽ നിന്നില്ല, ഇങ്ങനെ ചുറ്റിനിങ്ങനെ ബബിൾസ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നടുക്കോട്ട് വരില്ലേ, അങ്ങനെ തിളച്ചിങ്ങനെ പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാറാണ് പതിവ്. ബാക്കി പിന്നെ ആ ചട്ടിയുടെ ചൂടുമൊക്കെ ഉണ്ടല്ലോ, അത്ര മതിയാകും. ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ചേറെ മല്ലിയിലൂടെ ചേർക്കുക. കുറേ രസത്തിൻ്റെ റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വറുത്തരച്ച ഉടുപ്പി രസമൊക്കെ നല്ല ടേസ്റ്റാണ്, ചാനലിലുണ്ട്.
അപ്പോൾ മുരിങ്ങയ്ക്ക ഇഷ്ടമില്ലാത്തവരെ കഴിപ്പിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു രസം. ഇതിനകത്ത് മുരിങ്ങയ്ക്ക ചേർത്തായിട്ടോ കാഴ്ചയിലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി മുരിങ്ങയ്ക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കിയോളൂ. തികച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. വയറിനൊക്കെ നല്ല ദഹനത്തിന് ഒക്കെ സുഖമായിട്ടുള്ളൊരു കറി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.